നമസ്കാരം, ഞാൻ ജയമോഹനാണ്. എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദക്ഷനിഗ്രഹത്തിനായി സാക്ഷാൽ ഭഗവാൻ പരമശിവൻ തന്നെ വൈരത്താൽ തിരുജടയിൽ നിന്ന് ജനിപ്പിച്ച രൗദ്രമൂർത്തിയാണ് ഭൈരയാദൻ അല്ലെങ്കിൽ വീരഭദ്രൻ. ദയവായി വീഡിയോ അവസാനം വരെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഭൈരയാദൻ തെയ്യത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ഒരു നാൾ ശിവപത്നിയായ സതീദേവി ശിവൻ്റെ വാക്ക് ധിക്കരിച്ച് സ്വന്തം പിതാവായ ദക്ഷൻ നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കുവാൻ പോയി. എന്നാൽ ക്ഷണിക്കാതെ യാഗത്തിൽ പങ്കെടുക്കാൻ വന്ന സതീദേവിയെ ദക്ഷൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരിഹസിച്ചു. അങ്ങേയറ്റം അപമാനിതയായ സതീദേവി മനോവിഷമത്താൽ യാഗാഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. സതീദേവിയുടെ മരണവാർത്തയറിഞ്ഞ പരമശിവൻ തൻ്റെ കോപവും സങ്കടവും അടക്കാനാവാതെ സ്വന്തം തിരുമുടിയിൽ നിന്നും ദക്ഷനെ വധിക്കാനായി ശക്തനായ വീരഭദ്രനെ ജനിപ്പിച്ചു. വീരഭദ്രൻ ദക്ഷൻ്റെ യാഗസ്ഥലത്ത് ചെന്ന് കണ്ണിൽ കാണുന്നവരെല്ലാം കൊന്നൊടുക്കി യാഗശാല അടിച്ചു തകർത്തു. ദക്ഷനെ ശിരസ്സറുത്തു കൊന്നു. അവതാരോദ്ദേശം പൂർത്തിയായ വീരഭദ്രൻ തിരിച്ചു പരമശിവന്റെ സന്നിധിയിലെത്തി. വീരഭദ്രന്റെ പ്രവൃത്തി സംപ്രീതനായ പരമശിവൻ സജ്ജന പരിപാലനത്തിനായി വീരഭദ്രനെ ഭൂമിയിലേക്ക് അയച്ചു. ഇതേ വീരഭദ്രന്റെ കഥ തന്നെയാണ് മലനാട്ടിൽ ഭൈരയാദൻ തെയ്യമായി കെട്ടിയാടുന്നത്. ഭൂമിയിൽ മലനാട്ടിലെത്തിയ ഭൈരയാദൻ കുറുമ്പനാട്ടിൽ നിന്നും ക്ഷേത്രപാലകനെയും ബാലുശ്ശേരിയിൽ നിന്ന് വേട്ടക്കൊരുമകനെയും കണ്ടുമുട്ടുന്നു. പിന്നീട് വേട്ടക്കൊരുമകനെയും ക്ഷേത്രപാലകനെയും കൂട്ടി അല്ലട നാട് പിടിച്ചടക്കാൻ വേണ്ടി യുദ്ധത്തിന് പുറപ്പെട്ടു. യുദ്ധവേളയിൽ ഭൈരയാദൻ പൂന്തോട്ടത്ത് മണിയാണി എന്ന ഭക്തനെ കാണുകയും അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം ചെറുവത്തൂരുള്ള കമ്പിക്കാത്ത തറവാട്ടിൽ കുടികൊള്ളുകയും ചെയ്തു. ചെറുവത്തൂർകാരുടെ ആതിഥ്യ മര്യാദയിൽ ദേവൻ സംപ്രീതനായി. പിന്നീട് ചെറുവത്തൂർ വീരഭദ്ര ക്ഷേത്രം ഉണ്ടാവുകയും മൂവാണ്ട് കളിയാട്ടം കൽപ്പിക്കുകയും ചെയ്തു. അതിശക്തനായ യോദ്ധാവായ ഭൈരയാദന് പിന്നീട് തൃക്കരിപ്പൂർ മാടത്തിന് കീഴിലും ചെറുതാഴം മാടത്തിന് കീഴിലും സ്ഥാനമുണ്ടായി. ഒരു പോരാളിയുടെ കഥയെ അനുസ്മരിക്കുന്നത് പോലെ അതിരൗദ്രഭാവത്തോടെ തന്നെയാണ് ഭൈരയാദൻ തെയ്യത്തിൻ്റെ കോലവും കെട്ടിയാടുന്നത്. ദക്ഷൻ്റെ യാഗഭൂമിയിൽ വീരഭദ്രൻ നടത്തിയ ആക്രമണത്തിന് പ്രതീകമായാണ് ഭൈരയാദൻ തെയ്യത്തിൻ്റെ വെള്ളാട്ടം കെട്ടുന്നത്. ഭൈരയാദൻ തെയ്യത്തിൻ്റെ വെള്ളാട്ടത്തിന് തട്ടും വെള്ളാട്ടം എന്നാണ് പറയാറുള്ളത്. തട്ടും വെള്ളാട്ടത്തിൻ്റെ ആയുധം കൊണ്ട് തട്ടേറ്റ ആൾ അടുത്ത കളിയാട്ടത്തിന് മുൻപ് മരണപ്പെടും എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. ഭൈരയാദനെ പോലെ തന്നെ ദക്ഷ സംഹാരത്തിനായി കോപം കൊണ്ട് ഉറഞ്ഞാടിയ പരമശിവന്റെ ജടയിൽ നിന്നും ഉത്ഭവിച്ച മൂർത്തികളുടെ തെയ്യങ്ങളാണ് രക്തജാതനും ആർത്താണ്ഡനും. വീരഭദ്രൻ എന്നും ഈ ദേവൻ അറിയപ്പെടുന്നു. അതുപോലെ രക്തജാതനെന്നും വമ്പൻ തമ്പുരാനെന്നും ഭൈരയാദൻ അറിയപ്പെടുന്നു. നായന്മാരുടെ മറ്റൊരു പ്രധാന ദൈവമാണ് ഈ തെയ്യം. തൻ്റെ സഹോദരിയായ കാളിയെയും കൂട്ടി ദക്ഷൻ്റെ യാഗശാല തീവച്ച് നശിപ്പിക്കുകയും ദക്ഷൻ്റെ കടുത്തിറക്കുകയും ചെയ്ത ഭൈരയാദനീശ്വരനെ സന്തുഷ്ടനായ പിതാവ് ശിവൻ ഭൂമിയിലേക്ക് ക്ഷേത്രപാലകനീശ്വരനെയും വേട്ടക്കുരുമകനീശ്വരനെയും സഹായത്തിനായി അയച്ചു. അവർ മൂവരും കൂടിയാണ് കോലത്തിൽ രാജാവിന് അല്ലടനാട് നേടിക്കൊടുത്തത്. ഭൈരയാദൻ്റെ തെയ്യത്തിൻ്റെ ആരൂഢം മാടത്തിലാണ്. 2-3 വർഷം കൂടുമ്പോഴാണ് ഈ തെയ്യം കെട്ടിയാടുന്നത്. ഈ തെയ്യത്തിൻ്റെ വെള്ളാട്ടം ഉറഞ്ഞാടി എത്തിയാൽ കാവിൽ തിങ്ങി നിറഞ്ഞവർ പരിഭ്രാന്തരാവാറുണ്ട്. പീഠത്തിൽ കയറി വിടച്ചുണർത്തി കഴിഞ്ഞാൽ പിന്നെ ഉന്മാദ അവസ്ഥയിലാണ്. പൊതിച്ച മുടിയും മുഖത്തെഴുത്തുമുള്ള ഈ തെയ്യത്തിനെ പോലെ വെള്ളാട്ടവും വാളും പരിചയമായി പാഞ്ഞിറങ്ങി ആളുകളെ പരിചയം കൊണ്ട് തട്ടാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഭൈരയാദൻ്റെ വെള്ളാട്ടത്തെ ആളുകൾ തട്ടും വെള്ളാട്ടം എന്നാണ് പറയുക. തെയ്യത്തെ തട്ടും തെയ്യം എന്നും പറയും. ഭൈരയാദൻ്റെ തട്ട് കിട്ടിയവൾ അടുത്ത കളിയാട്ടത്തിന് മുമ്പേ പ്രാണം പിടിയും എന്നൊരു വിശ്വാസം നിലവിലുള്ളത് കൊണ്ടാണ് തട്ടുകൊള്ളാതിരിക്കാൻ ആളുകൾ പരക്കം പായുന്നത്. അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ രൗദ്രഭാവം മാറിയാൽ പിന്നെ ദൈവം
ശാന്തനായി മാറും. കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ കമ്പിക്കാത്തിടം മാടത്തിലാണ് ഈ ദൈവം ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് പിലാത്തറയിലും തൃക്കരിപ്പൂർ തങ്കയം മാടത്തിങ്കൽ കാവൂരുമാണ് വൈരയാതനെന്നും വീരഭദ്രനെന്നും പേരുള്ള ഈ തെയ്യവും വെള്ളാട്ടവും കെട്ടിയാടുന്നത്. വീരഭദ്രന്റെ പള്ളിയറയെ മാടം എന്ന് പേരിട്ടാണ് വിളിക്കുന്നത്. കർണമൂർത്തി എന്ന ആചാരപ്പേരുള്ള വണ്ണാനാണ് അതിശൂര പരാക്രമിയായ ഈ ശിവാംശ ദേവനെ കെട്ടിയാടുവാൻ അവകാശമുള്ള ആൾ. ശിവന്റെ ആജ്ഞ ധിക്കരിച്ചുകൊണ്ട് സതി ക്ഷണമില്ലാതിരുന്നിട്ടും തൻ്റെ പിതാവായ ദക്ഷൻ നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കാൻ ചെന്നു. ദേവന്മാരും മുനിശ്രേഷ്ഠന്മാരും അടക്കം ഇരിക്കുന്ന സഭയിൽ വെച്ച് ദക്ഷന് പുത്രിയെ ക്ഷണിക്കാതെ വന്നതെന്തിന് എന്ന് ചോദിച്ച് അവമാനിച്ചു. തൻ്റെ പതിയെ ധിക്കരിച്ചു അച്ഛൻ്റെ അടുക്കൽ ചെന്ന് അവമാനം നേരിടേണ്ടി വന്നതിലും ദുഃഖിതയായ സതി യാഗാഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. വിവരമറിഞ്ഞ മഹാദേവൻ കോപിഷ്ഠനായി തന്റെ ജട പറിച്ച് നിലത്തടിച്ചു. അതിൽ നിന്നും വൈരജാതൻ പിറവി കൊണ്ടു. ശിവന്റെ ആജ്ഞപ്രകാരം ശിവഗണങ്ങളെയും കൂട്ടി ദക്ഷന്റെ യാഗശാലയിലേക്ക് ചെന്ന് യാഗത്തിന് വന്നവരെയും യാഗം ചെയ്യുന്നവരെയും വധിച്ചു. ദക്ഷന്റെ തലയറുത്തു. എന്നിട്ടും മനുഷ്യൻ തീരാഞ്ഞ് യാഗശാല ചുട്ടുകരിച്ചു. ശ്രീ മഹാദേവൻ പുത്രന്റെ പ്രവൃത്തിയിൽ സന്തുഷ്ടനായി പുത്രനെ അനുഗ്രഹിച്ച് ശ്രീ മഹാദേവന്റെ ആജ്ഞപ്രകാരം മനുഷ്യലോകത്തെത്തിയ വൈരജാതന് വേട്ടക്കുരുമകന്റെയും ക്ഷേത്രപാലകന്റെയും കൂടെ ചെന്ന് ദുഷ്ടനിഗ്രഹണം നടത്തിയെന്ന് പറയപ്പെടുന്നു. വൈരജാതന് തട്ടും തെയ്യമെന്നും ഉത്തരകോടി ദൈവമെന്നും പറയാറുണ്ട്. വൈരജാതൻ എന്നത് കേരളത്തിലെ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ ഒരു പ്രസിദ്ധമായ തെയ്യമാണ്. ഇത് പാർവതിയുടെ രൗദ്രഭാവം പൂണ്ട വീരഭദ്രഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദക്ഷന്റെ യാഗഭൂമിയിൽ പരമശിവൻ കാണിച്ച കോപത്തിൽ നിന്ന് ഉടലെടുത്ത ശക്തിയാണ് വൈരജാതൻ. വീരഭദ്രന്റെയും വൈരജാതന്റെയും തട്ടും വെള്ളാട്ടവും ദക്ഷയാഗത്തിൽ സംഭവിച്ച കാര്യങ്ങളെ അനുസ്മരിക്കുന്നു. ശരിക്കും യോദ്ധാക്കളുടെ ഗണത്തിൽപ്പെടുന്ന തെയ്യങ്ങളിൽ അതിപ്രധാനിയാണ് വൈരജാതൻ തെയ്യം. ദയവായി വീഡിയോ അവസാനം വരെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിക്കൊള്ളൂ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. നന്ദി, നമസ്കാരം.